ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസ് ഗ്രൂപ്പിനെ പറ്റിയാണ്. അവർ അമ്പലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഭജന പാടുന്ന ടീമാണ്. എന്നോട് അവരെ പറ്റി ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്ക് അവരുടെ പാട്ടുകളോ അവരുടെ ഭജനകളോ തീരെ താല്പര്യമില്ല. അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ അവരുടെ പാട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അവരുടെ പാട്ടിന് താഴെ കമന്റ് ഇടുമ്പോ ഈ പാട്ട് കൊള്ളത്തില്ല എന്ന് കമന്റ് ഇടുമ്പോ സംഘികൾ വന്നിട്ട് ആ വിമർശിക്കുന്നവർക്കെതിരെ പൂര തെറിവിളിയാണ്. നിങ്ങൾക്ക് കഞ്ചാവ് അടിച്ചടക്കുന്ന വേടന്റെ പാട്ടേ പറ്റൂ, ഇതുപോലുള്ള മനോഹരമായ ഹിന്ദുഭക്തി ഗാനങ്ങൾ ഹിന്ദുക്കൾ വന്ന് പാടുന്ന ഇഷ്ടപ്പെടൂലെന്ന്. എന്ത് പാട്ടായാലും ആര് പാടിയാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, വളരെ മോശമാണെങ്കിൽ അപരാധ ഗാനാണെങ്കിൽ അപരാധ ഗാനം തന്നെ പറയൂ. അതുകൊണ്ട് സംഘികളെ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ഇവരുടെ പാട്ട് കേൾക്കുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല തന്നെ പറയാം. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ നിങ്ങൾ വേണമെങ്കിൽ കമ്മികളെന്നോ കൊങ്ങികളെന്നോ സുഡാപ്പികളെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഇവരുടെ പാട്ട് കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ മെയിൻ കാരണം ഒരുപാട് ആൾക്കാർ മനോഹരമായി ആലപിച്ച ഗാനങ്ങളാണ് ഇവർ കൊണ്ടുവന്നിട്ട് ഭജൻസിന്റെ പേരിൽ പാടി കൊളാക്കുന്നത്. എന്നിട്ട് ഇപ്പൊ സംഘികൾ പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഭജന ടീമിനെ സംഘികളാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്തിനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്? സംഘികളെ നിങ്ങൾ തന്നെയാണ് ഈ ഭജന ടീമിനെ സംഘികളാക്കിയിട്ട് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് സംഘിയുടെ എല്ലാമായ നമ്മൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജില്ലേ, കേസില്ല വക്കീൽ ഇന്നലൊരു പോസ്റ്റ് ഇട്ടിന്. അത് ഞാൻ ആദ്യം വായിച്ചു തരാം. കൂട്ട നിലവിളി. കേരളത്തിൽ ഹിന്ദുക്കളുടെ ഭജന സംഘങ്ങൾക്കെതിരെ ഇന്നലെ മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ കൂട്ടക്കരച്ചിൽ കാണാനിടയായി. ഹിന്ദുക്കൾക്ക് വ്യാപകമായി അമ്പലത്തിൽ പോകുന്നതും ഭജന ആലപിക്കുന്നതും ഭജന സംഘങ്ങളിൽ പങ്കെടുക്കുന്നതും സംഘപരിവാർ സംഘടനകളുടെ കണക്കൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണ് പോലും. ഇതിങ്ങനെ നീണ്ട ഒരുപാട് വർഗീയതയിലൂടെയാണ് നമ്മൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജന്റെ ഈ പോസ്റ്റ് തീരുന്നത്. അത് നിങ്ങൾക്ക് ഊഹിക്കാലോ, വർഗീയത ഇല്ലാണ്ട് ഈ ചങ്ങായിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന്. എന്റെ കേസില്ല കൃഷ്ണരാജ് വക്കീൽ, നിങ്ങൾ ഈ ടീമിനുണ്ടല്ല ഹിന്ദുക്കളായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കല്ലേ. ഇവരുണ്ടല്ല ഒരു സാധാരണ ഭക്തിഗാനം പാടുന്ന ടീമിന്റെ പോലും റേഞ്ച് ഇല്ലാത്ത, അതിലും താഴെയുള്ള ഒരു നിലവാരമില്ലാത്ത ഭജന ടീം മാത്രമാണ്. പിന്നെ നിങ്ങൾ ഹിന്ദുവിനെ ഉണർത്തും എന്ന് പറയുമ്പോണ്ടല്ല, ഇവരെന്താ സേവനം ചെയ്യാൻ വരുന്ന പോലെയാണല്ലോ നിങ്ങളെ വർത്താനം കേൾക്കുമ്പോ. നല്ല പൈസ എണ്ണി വാങ്ങിയിട്ട് തന്നെയാണ് ഇവർ ഓരോ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങളിലായാലും എവിടെയായാലും വരുന്നത്. അതുകൊണ്ട് സേവന മോഡൽ പറഞ്ഞുണ്ടാക്കാൻ നോക്കല്ലേട്ടെ ഇത്. പിന്നെ ഇവർ പാടുന്ന സ്ഥലങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് സംഘപരിവാർ ഏരിയകളായിരിക്കും. സംഘപരിവാറിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവരുടെ ഭജന എന്ന് പറഞ്ഞ ഈ അപരാധ പരിപാടി കാണിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഇവരുടെ ഭയങ്കര സംഭവമാണെന്ന് സംഘികൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു പാട്ട് ആദ്യം കേൾപ്പിച്ചില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇവരുടെ റേഞ്ചും ഇവരുടെ കഴിവും മനസ്സിലാവും. ആദ്യം ആ പാട്ടൊന്ന് കേട്ടു നിങ്ങൾ. ഇതാണ് നന്ദഗോവിന്ദ ഭജൻസ് ടീമിന്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് സംഘികൾ അടിച്ചുവിടുന്ന പാട്ട്. ഇവരുടെ ഈ മാസ്റ്റർ പീസ് ഉണ്ടല്ല, വളരെ നിലവാരം കുറഞ്ഞ ഒരു അപരാധ പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാനിനി നിങ്ങൾക്ക് ഈ മനോഹരമായ പാട്ട്, ഒരുപാട് ആൾക്കാർ മനോഹരമായ പാടിയ പാട്ട് ഇവര് പാടി അപരാധമാക്കിയ ഈ പാട്ട് വേറൊരു കഴിവുള്ള ആള് എത്ര മനോഹരമായിട്ടാണ് പാടുന്നതെന്ന് കേൾപ്പിച്ചുതരാം. കൊട്ടുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നീ കുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പാരഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ
ഞാൻ പാടും ഗീതത്തോടാണോ? എന്താ ഈ ഏട്ടന്റെ ആ പാട്ട് കേട്ടിരിക്കാൻ രസം! എത്ര മനോഹരമായിട്ടാണ് ഈ ഏട്ടൻ പാടുന്നത്. ഇതെത്ര ശബ്ദം കേട്ട, വേറൊരൊറ്റ മ്യൂസിക് കൂട്ടാതെ സ്വന്തം ശബ്ദം മാത്രം ഉപയോഗിച്ചിട്ട് എത്ര മനോഹരമായിട്ടാണ് ഇദ്ദേഹം പാട്ട് തീർച്ചത്. ഈ മനോഹരമായ ഈ ഭക്തിഗാനാണ് നമ്മുടെ ഈ നന്ദഗോവിന്ദ ഭജൻസ് ടീം ഉണ്ടല്ല പാടി അപരാധമാക്കിയത്. എന്നിട്ട് സംഘികളും കുറെ അന്ധസംഘികളും അതിന്റെ പറയാ, ഓ ഭജൻസ് ടീം പാടിയ പാട്ട് എത്ര മനോഹരാണെന്ന്. അതുണ്ടല്ല, നിങ്ങൾ നല്ലവര് കഴിവുള്ളവര് പാടിയ ആ പാട്ട് കേൾക്കായിട്ടാണ് സംഘികളെ. ഇനി ആര് വേണമെങ്കിലും ഉണ്ടല്ല ഈ പാട്ട് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി, എത്ര ആൾക്കാർ ഈ പാട്ട് മനോഹരമായിട്ട് പാടിയിട്ടുണ്ടെന്ന് അറിയാം. അതിന്റെ ഇടക്കല്ല കണ്ണു കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഈ ഭജൻസ് ടീം പാടിയ ഈ പാട്ടും ഉണ്ടാവും. ആ മനോഹരമായ പാട്ടിനെ ഒരിക്കലും കണ്ണു കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഇതങ്ങനെ അവിടെ കിടക്കും. ഇനി നിങ്ങൾക്ക് സംഘികൾ പൊക്കി പറയുന്ന ഈ ഭജൻസ് ടീം പാടിയ വേറൊരു പാട്ട് കേൾപ്പിച്ചു തരാം, അപരാധ പാട്ട്. എങ്ങനെ സഹിക്കുന്നമ്മോ ഇവരെയൊക്കെ ആ പാട്ട് കേൾക്കാൻ പോകുന്നവര്. ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. വാർമേഘവർണ്ണന്റെ മാറി മലകൾ പൂമാലകൾ കമിനി കൺകളിൽ പൂവിടും വെണ്ണീരോടവൻ വാർമേഘവർണ്ണന്റെ മാറി. വാർമേഘം പോലും കാർമേഘമാണ് എന്റെ ഭജൻസ് ടീമെ. വരികളെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക്. നിങ്ങളെ പാട്ടോ കുളത്തിന്റെ മുകളിൽ കുളം, എന്നാൽ ആ വരികളെങ്കിലും കൃത്യമായി നിങ്ങൾക്ക് പാടിക്കൂടെ? ഇനി നിങ്ങൾക്ക് ഒരപരാധം കൂടി, ഇവര് പാടി അവസാനിപ്പിച്ച ഒരപരാധം കൂടി കേൾപ്പിച്ചില്ല. അപരാധങ്ങളുടെ ഘോഷയാത്രയാണ് ഇവരുടെ പാട്ടുകൾ മൊത്തം. എന്നാൽ ഒരപരാധം കൂടി കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഈ അപരാധം വഴി ഇവരെയാണ് സംഘികൾ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. നമ്മളൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഭക്തിഗാനമേളകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പല മതത്തിൽപ്പെട്ട പല ആൾക്കാർ വന്നിട്ട് മനോഹരമായിട്ട് നമ്മുടെ ഹിന്ദു ഭക്തി ഗാനങ്ങൾ പാടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മനോഹരമായ പാട്ടുകളാണ് ഇവര് കൊണ്ടുവന്നിട്ട് ഈ കാലഘട്ടത്തിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ട് പണ്ടുള്ളവർ പാടുമ്പോൾ ഒരു മൈക്കും ഒരു പേട്ട് ബോക്സ് ഉണ്ടാവുക, അതിലാണ് അവർ മനോഹരമായിട്ട് പാടുന്നത്. ഈ ടീം, ഈ ഭജൻസ് ടീം എല്ലാ പുതിയ ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്രമാത്രം അപരാധ കണക്കെ പാടിയിട്ട് സംഘികൾ പൊക്കിപ്പിടിക്കുന്നു ഇവരെന്തോ ഭയങ്കര പാട്ടുകാരാണെന്ന്. എന്നിട്ട് കുറച്ച് സംഘികൾ പറയുന്നത് ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി വരുന്ന ടീമാണ് ഈ ഭജൻസ് ടീം എന്ന്. ഹിന്ദുവിനെ ഉണർത്തുമ്പോണ്ടല്ല നല്ല പൈസ വാങ്ങുന്നുണ്ട്. നല്ല പൈസ വാങ്ങിയിട്ട് ബിസിനസ് മാത്രം ആക്കുന്ന ടീമിനാണ് ഹിന്ദുവിനെ ഉണർത്തുന്നത് സംഘികൾ പറയുന്നത്. എന്നിട്ട് സംഘികൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ. ഇവരെ കമ്പയർ ചെയ്യുന്നത് നമ്മളെ വേടനായിട്ട്. വേടന്റെ റേഞ്ച് അവിടെ നിൽക്കുന്ന സംഖ്യകളെ, ഇവരുടെ റേഞ്ച് അവിടെ നിൽക്കുന്നു. വേടനെല്ലാം വേറെ ലെവല് പാട്ടുകാരെ. ഇവരൊന്നും നിങ്ങൾ ആ ലെവലിൽ കൊണ്ടുപോകാൻ നിൽക്കല്ലട്ടാ. നിങ്ങൾ സംഖ്യകൾ മാത്രം ബൂസ്റ്റ് ചെയ്യുന്നോണ്ട് ജീവിച്ചു പോകുന്ന ഒരു ടീം, ഒരു സാധാരണ ഭക്തി ഗാനമേള ട്രൂപ്പ് ടീം, അത്ര മാത്രമേ ഇവരുള്ളൂ. പിന്നെ വേടന്റെ പാട്ടിലുണ്ടല്ലോ, പ്രൊമോഷന്റെ ആളെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വൈകുന്നേരം അറിഞ്ഞാൽ മതി രാത്രി വേടന്റെ പാട്ടിലുണ്ടെന്ന്. അപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വേടന്റെ പാട്ടിലെത്തും. പിന്നെ ഇവരെ നിങ്ങൾ ഒരു മാസം മുന്നേ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ആളില്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ആ സംഖ്യകൾ തന്നെ കൊണ്ടുപോയിട്ട് ഇവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തണം. കാരണം ഇവരുടെ പാട്ടോ കോളം കൂടുതൽ കുറച്ച് സംഖ്യകൾ കൂടി പാടിയിട്ട് മൊത്തത്തിൽ കൊളാക്കണം. അത് മാത്രമാണ് സംഖ്യകളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ പൊക്കി പറഞ്ഞാലും മോശമാണെങ്കിലും മോശം തന്നെ പറയും. ഇവിടെ യേശുദാസിനെയും MG ശ്രീകുമാറിനെ അടക്കം വിമർശിക്കുന്നത്. അപ്പോഴാണ് ഇന്നലെ പൊട്ടിമുളച്ച ഈ ഭജൻസ് ടീം. അപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് ടീമെ ഒരുപാട് ആൾക്കാർ പാടി മനോഹരമാക്കിയ മനോഹരമായ ഭക്തിഗാനങ്ങൾ ഇനിയും നിങ്ങൾ കൊളമാക്കുക, പാടി അപരാധമാക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംഘികൾ എന്നും ഉണ്ടാവും. അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട് കുരുപൊട്ടുന്ന സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.